സൂര്യ എവിടെ? കണ്ടില്ലല്ലോ അവനെ. സൂര്യ റെഡി ആയിക്കൊണ്ടിരിക്കുക. രജിസ്ട്രേഷൻ അവനും കൂടി ചെല്ലണമെന്ന് രാത്രി രാധിക വിളിച്ചു പറഞ്ഞു. ഏട്ടത്തി ചായ വെച്ചില്ലായിരുന്നോ? നിങ്ങളാരും എഴുന്നേക്കാത്തോണ്ട് ഞാൻ അധികം വെച്ചില്ല. ആ, ഇന്ന് രാധികയുടെ സ്വത്തിന്റെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല തിരക്കാണല്ലേ? ആ, അങ്ങനെയും കൂട്ടിക്കോ. ഒരു നല്ല കാര്യം നടക്കുമ്പോ അതിനൊരു മുന്നൊരുക്കം ഉണ്ടാവുമല്ലോ. സൂര്യ എവിടെ പോവാ? ഞാൻ രജിസ്ട്രാർ ഓഫീസിലേക്ക്. ഞാൻ കൂടി അവിടെ വേണമെന്ന് വരുന്നും രാധികയും പറഞ്ഞിരുന്നു. ആ, കൂടെ ചെന്ന് നിക്ക്. അല്ലെങ്കിൽ അനുജത്തെ തീരുമാനം എന്തെങ്കിലും മാറ്റിയാലോ? അക്കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല കൽപ്പനെ. കാരണം എന്റെ അനുജത്തിക്ക് നിന്റെ സ്വഭാവമല്ല. ഞാൻ പോയിട്ട് വട്ടെ. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് രാധികയുടെയും വരുണിന്റെയും കൂടെ ശ്യാമയും കൂടി ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എനിക്ക് അവരെ അറിയിക്കാനുണ്ട്. പറയാ, അവരിപ്പോ ഇറങ്ങുമെന്നാ പറഞ്ഞു. ആ, വരുണാ വിളിക്കുന്നേ. ആടാ, ഞാൻ ഇറങ്ങാൻ നിക്ക. എടാ, ഒരു പ്രശ്നമുണ്ട്. എന്തുപറ്റി? ശ്യാമ മേഡത്തിനെ ഇവിടെ കാണാനില്ല. നീ ഇതെന്താ പറയുന്നേ? സത്യവാ, രാവിലെ ഒരു ശ്യാമ മേഡവും അമൃത മേഡവും ഇവിടെ ഇല്ല. പോലീസുകാർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. അല്ല, ഞാൻ രജിസ്ട്രേഷന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ആ, ഒരു കാര്യം ചെയ്യേ, ഏട്ടൻ ഇങ്ങോട്ട് വാ. ആ, ശരി. രാധിക, ഏയ് രാധിക. എന്താ സൂര്യ, എന്താ അവൻ പറഞ്ഞേ? സൂര്യ, നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എന്താ കാര്യം? അച്ഛാ, ശ്യാമ മേഡത്തിനെ കാണുന്നില്ല. ഈശ്വരാ, എന്തായി കേക്കുന്നേ? രാവിലെ മുതൽ കാണാനില്ലെന്നാ പറയുന്നേ. അമൃത മേഡം അവിടെ ഇല്ല. ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മേ, അച്ഛന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ട് ശ്യാമ ഇത് എങ്ങോട്ട് പോവാനാ? അതിലിപ്പോ സംശയിക്കാൻ എന്താ ഏട്ടത്തി? വലിയ കാര്യമായിട്ട് എഴുതി തരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർക്ക് തോന്നിക്കാണും അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന്. അവര് സ്ഥലം വിട്ടു തന്നെ ആയിരിക്കും. ആ, അവരുടെ മുതല് കണ്ട് സന്തോഷിക്കാൻ പോയ നമ്മളെ പറഞ്ഞാ മതി. ഇപ്പൊ കഴിഞ്ഞല്ലോ എഴുതി വാങ്ങലും ഉടമയാക്കലും. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യൻ തളർന്നു വീഴുന്നത് കാണുമ്പോ പൊട്ടിച്ചിരിക്കാനും അട്ടഹസിക്കാനും ഉള്ള ഈ മിടുക്കുണ്ടല്ലോ, ഇപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായി കാണിക്കുന്നേ? ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? മുത്തശ്ശി, പണ്ടൊക്കെ വിളംബരം ചെയ്യുന്നത് ചെണ്ട കുട്ടിയല്ലേ? പക്ഷേ ഇപ്പൊ വിളംബരം ചെയ്യണമെങ്കിൽ ചെണ്ട അന്വേഷിച്ചു പോകാൻ പറ്റുമോ? എവിടുന്ന് കിട്ടാനടി മോളെ? ആ, എന്തായാലും ആൾക്കാര് കൂടിയിട്ടുണ്ട്. അപ്പൊ നീ കാര്യം അങ്ങോട്ട് പറ. പ്രശസ്ത ഗായിക ശ്യാമയെ സ്വന്തം വീട്ടിൽ നിന്ന് ഇന്നലെ പാതിരാത്രിക്ക് ആരോ തട്ടിക്കൊണ്ടുപോയി. എന്താ നീ പറഞ്ഞു? അയ്യോ, അറിഞ്ഞില്ലയോ?
ഗായിക ശ്യാമയെ ആരോ തട്ടിക്കൊണ്ടുപോയി. നാട് മുഴുവൻ ആ വാർത്തയാ ഓടിപ്പാഞ്ഞു നടക്കുന്നത്. ദേവേട്ടാ, ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. രാധിക മോളോടുള്ള അസൂയ ഉണ്ട്. ഉം. അസൂയോ? ഒന്ന് പുറത്തിറങ്ങി ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ മോളെ തന്നെ വിളിച്ച് ചോദിക്കും. അല്ലെങ്കിൽ അതും വേണ്ട, TV വെച്ചാ അതി കാണിക്കുമല്ലോ. ആ, എന്തായിരുന്നു ശ്യാമ മാഡത്തിന്റെ ഒരു വരവ്? മാലാഖ അല്ലായിരുന്നോ? മാലാഖ. മകളെ തിരിച്ചറിയുന്നു, ഒന്നിച്ചു പാട്ടുപാടുന്നു, ആറ്റുവാശ്ശേരിക്കാരെ മൊത്തമായി അങ്ങ് രക്ഷിക്കാമെന്ന് വാക്കു കൊടുക്കുന്നു. കണിമംഗലത്തിന്റെ വീഴ്ചയ്ക്ക് മുഴുവനും പരിഹാരം ചെയ്യുന്നു. എന്നിട്ട് രാധികയെ ഉയർത്തി സിംഹാസനത്തെ കൊണ്ട് വെക്കുന്നു മഹാറാണിയായിട്ട്. ഇപ്പൊ തീർന്നല്ലോ അല്ല. അബേ, പോയിരിക്കുന്നത് തനിച്ചല്ല, കൂടെ എപ്പോഴും നടക്കാറുള്ള വേറൊരുത്തിയുണ്ടല്ലോ, അവളും ഉണ്ട്.